സർവ സ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അധികം മുഖവരയില്ലാതെ നമുക്ക് 21 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. അപ്പോൾ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സത്യപ്രവാചകന്മാരാൽ പ്രവചിച്ചിരിക്കുന്ന വചനങ്ങൾ നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 65 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നാം ഇവിടെ വായിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 66:22 വീണ്ടും പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് എന്നേക്കും നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും 2 പത്രോസ് 3:13 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാത്തിരിപ്പ് വ്യർത്ഥമായി തീരുകയില്ല. നമ്മൾ പ്രത്യാശയുള്ളവരാണ്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല, കാണാത്തതിനായിട്ടത്രേ നമ്മൾ പ്രത്യാശിക്കുന്നത്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ഈ സൃഷ്ടിക്കപ്പെടുന്നതായ പുതിയ സ്വർഗം, അപ്പോൾ ഇവിടുത്തെ ഈ ഭൂമി, ഇപ്പോൾ നാം വസിക്കുന്നതായ ഈ ഭൂമി മാറ്റപ്പെടുകയാണ്. ഈ ഭൂമി അത് നാം വായിക്കുന്നത് പോലെ ഈ ഭൂമിയെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം 24:29 നാം ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും നമ്മൾ 2 പത്രോസ് 3:10 കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അപ്പം ഇതെല്ലാം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് വിശ്വാസ കണ്ണുകളിലൂടെ ഇത് കാണുവാൻ കഴിയും. ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ വിധി നിർണയം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വളരെ വ്യക്തമായി വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ ജെറൂസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതെന്ന് ഞാൻ കണ്ടു. ഇവിടെ ഒരു ഉപമയാണ്. ഭർത്താവിന് വേണ്ടി അലങ്കരിച്ച് ഇരിക്കുന്ന മണവാട്ടിയെ പോലെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിൻ്റെ പട്ടണത്തിൻ്റെ പേരാണ് ജെറൂസലേം. ജെറൂസലേം അതിൻ്റെ പട്ടണമാണ്. വളരെ മനോഹരമായ, സുന്ദര സുരഭിലമായ, ഇപ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് കാണാൻ കഴിയുന്നതിന് അതീതമായ ആ വലിയ സ്വർഗരാജ്യം ഈ ഭൂമിയിലേക്ക്
വരുന്നത് അത് ആസന്ന ഭാവിയിൽ സംഭവിക്കേണ്ടതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ യോഹന്നാൻ 14:2 നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവ് യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരോട്, തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരോട് പറഞ്ഞിരിക്കുന്ന വചനമാണിത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പം നാം ഈ വാസസ്ഥലത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഈ വാസസ്ഥലത്തിന് 3 പ്രധാന ഭാഗങ്ങളുള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഒന്നാമതായി പുതിയ ആകാശം, രണ്ടാമതായി പുതിയ ഭൂമി, മൂന്നാമതായി ജെറുസലേം. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഏറ്റവും പുറമേയുള്ളത് പ്രാകാരം, അതിൻ്റെ ഉള്ളിലായിട്ട് വിശുദ്ധ സ്ഥലം, ഏറ്റവും ഉള്ളിലായി അതിവിശുദ്ധ സ്ഥലം. എന്നാൽ ഈ സമാഗമന കൂടാരത്തിൽ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. മഹാപുരോഹിതന് മാത്രം വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടെ വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശിക്കാമായിരുന്നു ഈ അതിപരിശുദ്ധ സ്ഥലത്ത്. അതുപോലെ തന്നെ നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വിശ്വാസികൾക്കും സ്വർഗത്തിൽ ഒരേ വാസസ്ഥലമായിരിക്കത്തില്ല. 1-ാം ഗ്രേഡ്, 2-ാം ഗ്രേഡ്, 3-ാം ഗ്രേഡ് എന്ന് പറയുന്ന പോലെ അവിടെ ഗ്രേഡ് അനുസരിച്ചാണ് അവിടെ വാസസ്ഥലം ലഭിക്കുക എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ വലിയവരുമുണ്ട്, ചെറിയവരുമുണ്ട്. അപ്പോൾ വലിയവർക്ക്, സ്വർഗരാജ്യത്തിൽ വലിയവരായിരിക്കുന്നവർക്ക് കിട്ടുന്ന വാസസ്ഥലം ചെറിയവർ, കഷ്ടിച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി നമുക്ക് പറയാൻ ബുദ്ധിമുട്ടേറിയ സങ്കീർണമായ ഒരു ആശയമാണിത്. കാരണം പുതിയ ആകാശത്തിൽ ആര് വസിക്കും, പുതിയ ഭൂമിയിൽ ആര് വസിക്കും, അതുപോലെ തന്നെ ജെറുസലേമിൽ ആര് വസിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കേന്ദ്ര ഭരണ പ്രദേശം എന്ന് പറയാവുന്ന ഒരു സ്ഥലം ബൈബിളിൽ പറയുന്നുണ്ട്, അത് സിയോനാണ്. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. അപ്പോൾ ഇത് ദൈവത്തിന്റെ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട, സ്വർഗരാജ്യം എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഒരു അധ്യായമാണ് ഈ 21-ാം അധ്യായം. അപ്പോൾ ഇവിടെ ഞാൻ വായിക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇന്ന് കൃപായുഗത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ യുഗം എന്ന് പറയുന്ന ഈ സഭായുഗത്തിൽ ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൂടാരമാണ്. കൊറിന്ത്യൻസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അപ്പോൾ നാമാണ് ഇന്ന്, നമ്മിലാണ് ദൈവം വചനമായി വസിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും നാം വായിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലയോ? അപ്പോൾ നമുക്കറിയാം, നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവ് വസിക്കുന്നതുകൊണ്ട് നാം ഓരോരുത്തരും ദേവാലയമാണ്. എന്നാൽ അക്ഷരീകമായ ഒരു ദേവാലയം, അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ജനമായിരിക്കുന്നവരോട് കൂടെ ദൈവം വസിക്കും എന്നുള്ള വാഗ്ദത്തം, അത് ഈ വചനഭാഗത്ത് നിവൃത്തിയാകുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. യേശുക്രിസ്തുവിന്റെ പേർ ഇമ്മാനുവൽ എന്നൊരു പേര് കൂടി ഉണ്ട് എന്നുള്ള കാര്യം നാം ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇമ്മാനുവൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ.
അപ്പോൾ ഇമ്മാനുവൽ, ഇപ്പോഴും യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരോടുകൂടെ, വീണ്ടും ജനിച്ചവരോടുകൂടെ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരോടുകൂടെ. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. അത് കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്കാണ്. കർത്താവ് ഇമ്മാനുവലാണ്, നമ്മോട് കൂടിയിരിക്കുന്നവനാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു നീക്കും. അപ്പം നമുക്ക് വിലപിക്കുവാനായിട്ട് ഒന്നും അവിടെ ഇല്ല. ഇത് നിത്യതയാണ്. നിത്യതയിൽ കണ്ണീരിൻ്റെയും കരച്ചിലിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം കരുതേണ്ടതായിട്ടുണ്ട്. ഇനി മരണമുണ്ടാകുകയില്ല. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ മരണമുണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇവിടെ എങ്ങനെയാണ് ഈ മരണം ഉണ്ടാകുവാനായിട്ട് ഇടയായത് എന്ന് നമ്മൾ ബൈബിളിനോട് ചോദിച്ചാൽ ബൈബിൾ ഇപ്രകാരം ഉത്തരം പറയും. റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം ചെയ്ത ദേഹി മരിക്കണം. ഏക മനുഷ്യനായ ആദാമിന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടുമെന്ന് തിരുവെഴുത്തിൽ റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നു. അപ്പൊ ഉൽപ്പത്തിയിൽ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൻ മരിക്കുന്നുവെങ്കിൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ നാം മരണത്തിന്റെ മേൽ ജയമുള്ളവരായി മാറുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ചോദിച്ചിരിക്കുകയാണ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിത്യതയിൽ മരണമില്ല, മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഈ ഭൂമിയിൽ ഇതെല്ലാം ഇപ്പോൾ ഉണ്ട്. ഇവിടെ ദുഃഖമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ദുഃഖവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവികത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരം വരുത്തുന്ന പശ്ചാത്താപത്തെ ഉളവാക്കുന്നു. അപ്പൊ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം ഉണ്ടാകുന്നുവെങ്കിൽ അവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കാം. എന്നാൽ ദുഃഖവും മുറവിളിയും കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടതയിലും പ്രശംസിക്കുന്നു. ഒരു ദൈവദാസൻ, ഒരു ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ ആരാണെങ്കിലും അവർ ആ കഷ്ടതയിൽ പ്രശംസിക്കുന്നുവെങ്കിൽ, അതിന് സ്തോത്രം പറഞ്ഞ് അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പൊ 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ പഴയ ഭൂമിയും പഴയ ആകാശവും അതെല്ലാം ഒഴിഞ്ഞുപോയി. കർത്താവ് യേശുക്രിസ്തു മുന്നമേ പറഞ്ഞിരുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളവും സകലതും നിവൃത്തിയാകുവോളം എൻ്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പൊ കർത്താവ് ആ വചനം പറഞ്ഞപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം ഒഴിഞ്ഞു പോകും, ഇതെല്ലാം നശിച്ചു പോകും. ഈ ഭൂമിയിൽ മനുഷ്യൻ ആഡംബരത്തിനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഗോപുരങ്ങളും വിഗ്രഹങ്ങളും എല്ലാ മനോഹര സൗധങ്ങളും എല്ലാം ഒരു ദിവസം, കർത്താവിൻ്റെ ഒരു ദിവസം ഉണ്ട്, അത് കള്ളനെ പോലെ വരുന്ന ഒരു ദിവസം. അപ്പൊ ആ ദിവസത്തിൽ ഇതെല്ലാം താളടിയായി പോകും. അങ്ങനെ അതിനുശേഷം വരുന്ന നിത്യതയെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു.
ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ഹീബ്രു അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണെന്ന് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം ആദ്യവും അന്ത്യവും എന്നാകുന്നു. അപ്പോൾ ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ യോഹന്നാൻ 4:10 അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. വെളിപ്പാടിൽ 22:17 ഇതേ ആശയം നാം വീണ്ടും വായിക്കുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഇങ്ങനെ കർത്താവ് പറഞ്ഞത് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിത്യമായി വസിക്കുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതുകൊണ്ട് നമുക്ക് ക്രിസ്തുയേശുവിൽ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. കർത്താവിൻ്റെ എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. കർത്താവ് പറഞ്ഞു, സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുക്കുവിൻ. ഇതാണ് കർത്താവിൻ്റെ കൽപ്പന. സൗജന്യമായി ലഭിച്ചു. എല്ലാ കൃപാവരങ്ങളും സൗജന്യമായി ലഭിച്ചു. ഒരു പുരോഹിതൻ ഈ ഇടയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്നത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാനത് സേവ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും ഞങ്ങൾ പൈസ വാങ്ങും. പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ പൈസ വാങ്ങും. അതുപോലെ തന്നെ ചില ദേവാലയങ്ങൾ എന്ന് പറയുന്ന പള്ളികളിൽ അവിടെ വിലവിവര പട്ടിക വെച്ചിരിക്കുകയാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ദൈവവിഷയമായിട്ടാണ് അവർ ചെയ്യുന്നത്. ദൈവവിഷയമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്. ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുകയാണ്, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം. മത്തായി സുവിശേഷം 10-ാം സൗജന്യമായി ലഭിച്ചു. നിങ്ങൾ സൗജന്യമായി കൊടുക്കാൻ പറയുമ്പോൾ നേരെ വിപരീതമാണ്. ലോകം അങ്ങനെയാണ്. ലോകം എപ്പോഴും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് ലോകം. അപ്പോൾ ഇവിടെ സൗജന്യമായി, പക്ഷെ അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദാഹമാണ്. അന്വേഷണ തൽപരതയുള്ളവരായിരിക്കണം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് അഗോചരമായിരിക്കുന്ന കാര്യങ്ങൾ, മഹത്തരമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആലോചന. എന്നെ വിളിച്ചപേക്ഷിക്കുക, യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. എന്താണ്? ഭൗമികമായ കാര്യങ്ങളല്ല, സമ്പൽ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കും, നമ്മുടെ ഹൃദയദൃഷ്ടി തുറന്ന് പ്രകാശിക്കും. നമ്മൾ ക്രിസ്തുവാം തലയോളം വളരണമെങ്കിൽ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരായി തീരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനേക വരദാനങ്ങളെക്കുറിച്ച്, അനേക സമ്മാനങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മൾ ജയിക്കുവാനായിട്ട് നമ്മൾ നിൽക്കുന്നവരാണ്. വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക, നിത്യജീവനെ മുറുകെ പിടിക്കണം. അങ്ങനെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജയത്തിന് നമുക്ക് പങ്കാളികളാകാം. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ ഒരു അപ്പൻ മകൻ ബന്ധമാണ് നമ്മളും ദൈവവുമായിട്ടുള്ളത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ,
കൊലപാതകർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബ ആരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയത്രേ ഇത് രണ്ടാമത്തെ മരണം. ഇവിടെ പാപികളുടെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പാപികളുടെ അല്ലെങ്കിൽ പാപങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭീരുക്കളെ കുറിച്ചാണ്. ആരാണ് ഭീരുക്കൾ? ദൈവത്തിന്റെ വചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുക: നിങ്ങൾ അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ധൈര്യമുണ്ടാകും, നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യമുണ്ടാകും, യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടാകും. ജനങ്ങളുടെ മധ്യയായാലും സഭാമധ്യയാണെങ്കിലും യേശു നമ്മളെ വിടുവിച്ചു, യേശു എൻ്റെ രക്ഷകൻ, യേശു രോഗരക്ഷകൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് വിളിച്ചു പറയുവാൻ, എവിടെയും വിളിച്ചു പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിലേ സാധ്യമാകത്തുള്ളൂ. ആരെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് നാണിച്ചാൽ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, ഞാനും ദൂതന്മാരുടെ മധ്യയെ നിങ്ങളെക്കുറിച്ച് നാണിക്കും. ആരെങ്കിലും എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറഞ്ഞാൽ ഞാൻ അവരെ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. അപ്പോൾ ഇവിടെ ഭീരുവായിരിക്കുക, യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കേണ്ട സ്ഥലങ്ങളിൽ യേശു അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളെ നമ്മൾ പറയാൻ നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ ആ ഭയം നമുക്ക് നൽകുന്നത് പിശാചാണ്, പിശാചിന്റെ തന്ത്രമാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാത്താന്റെ തന്ത്രങ്ങളെ സാത്താൻ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഭയത്തിന്റെ ആ ഒരു തീയമ്പുകൾ എഴുതും. അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കയ്യിൽ ധാരാളമുള്ള ഒരു തീയമ്പാണ് ഭയം. അപ്പോൾ ഈ ഭയപ്പെട്ടു എങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യം അവകാശപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയും നമ്മളെല്ലാവരും വിശ്വാസികളാണല്ലോ, യേശുവിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കാര്യമില്ല. കേവലം യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, എല്ലാ കൽപ്പനകളും അനുസരിക്കണം. നമുക്കിഷ്ടമുള്ളത് മാത്രം കണ്ടെത്തി അനുസരിച്ചാൽ പോരാ. ഇത് ബൈബിളിൽ എത്രയോ വചനങ്ങളുണ്ട്. ആ വചനങ്ങളെല്ലാം വായിച്ച് പഠിച്ച് നമ്മൾ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി അങ്ങനെ എല്ലാം നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വചനത്തിൽ നമുക്കൊരു സംശയവും ഇല്ലാത്തവരായിത്തീരണം. വചനത്തെക്കുറിച്ച് നമുക്ക് സംശയം കൊണ്ടുവരുന്നത് പിശാചാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ അതങ്ങനെ സംഭവിക്കുമോ, അതങ്ങനെ ആയിരുന്നോ എന്നൊക്കെ പല സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പിശാചിന്റെ തന്ത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നവരായി നമ്മുടെ വിശ്വാസം 100%, 100ൽ 100 മാർക്ക് മേടിക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്ക്. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ് അതിവിശുദ്ധ വിശ്വാസം, വിലയേറിയ വിശ്വാസം എന്നൊക്കെ അതിന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിലയേറിയ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, അങ്ങനെ ആയിത്തീരണം നമ്മൾ. അപ്പോൾ അറയ്ക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ദുർമാർഗികളാണ്. ദുർമാർഗത്തിൽ ആയിരിക്കുക. കൊലപാതകന്മാർ. അപ്പൊ നമ്മൾ പറയുമായിരിക്കും നമ്മൾ അങ്ങനെയൊന്നും കൊല ചെയ്യുന്നില്ല, വലിയ വലിയ പാവങ്ങളൊന്നും. പക്ഷേ സഹോദരനെ ദോഷിക്കുന്നവൻ കൊലപാതകൻ എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. സഹോദരനെ വെറുക്കുന്നവൻ, സഹോദരിയെ വെറുക്കുന്നവൻ, അവരെല്ലാം ആത്മീയർത്ഥത്തിൽ കൊലപാതകരാണ് എന്നുള്ള കാര്യവും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായി. ദുർനടപ്പുകാർ, മറ്റ് പല തർജ്ജമകളിലും ഇത് വ്യഭിചാരികൾ എന്ന തർജ്ജമ ചെയ്തിട്ടുണ്ട്. ദുർനടപ്പ്, വ്യഭിചാരം പോലെയുള്ള ലൈംഗികമായ പാപങ്ങൾ ചെയ്യുന്നത്. ക്ഷുദ്രം നമുക്കറിയാം, മന്ത്രവാദം, ക്ഷുദ്രം, ബിംബാരാധികൾ, വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ മനുഷ്യൻ തൻ്റെ ഭാവനയിലും സങ്കല്പത്തിലും കൊത്തിയുണ്ടാക്കുന്ന മനുഷ്യരുടെ, സ്ത്രീയുടെ, പുരുഷന്റെയോ രൂപങ്ങൾ. അതുമാത്രമല്ല വിഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ അനാവശ്യമായിട്ട് അതിലേക്കൊരു ശ്രദ്ധ പോവുകയാണ്. എപ്പോഴും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് നമ്മുടെ വിഗ്രഹമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ പണം, എപ്പോഴും പണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. 10 കിട്ടിയാൽ 100 മതിയെന്നും, 100 കിട്ടിയാൽ 1000 മതിയെന്നും, 1000 കിട്ടിയാൽ 1,00,000 മതിയെന്നും, അത് 1,00,000 കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും അതിൽ നിന്നും കൂടുതൽ വേണമെന്നുള്ള ദ്രവ്യാഗ്രഹം. അപ്പോൾ ഇതെല്ലാം
വിഗ്രഹാരാധനയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി. എന്നിവയ്ക്കും ബോഷ്ക് പറയുന്ന ഏവർക്കും ബോഷ്ക് പറയുക, നമ്മൾ ഒരു ചെറിയ കാര്യമാണ് ബോഷ്ക്, കളവ് പറയുക, കള്ളസാക്ഷ്യം പറയുക. പക്ഷെ ഇതെല്ലാം നമ്മളെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ അത് രണ്ടാമത്തെ മരണം. അപ്പൊ രണ്ടാമത്തെ മരണം അത് നിത്യമരണമാണ്, അത് നരകമാണ്, അവിടെ തീയാണ്, അവിടെ ഗന്ധകമാണ്, അവിടെ ഒരു ബോംബിട്ട പ്രതീതിയാണ്. തീയും ഗന്ധകവും എന്നൊക്കെ പറയുമ്പോൾ ബോംബിൽ ഇങ്ങനെയൊക്കെയാണോ ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പൊ ഇത് ദർശനമായിട്ട് അപ്പസ്തോലനായ യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ്. യോഹന്നാനെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. യേശുക്രിസ്തുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് പിശാച് കൊണ്ടുപോയിട്ട് അവിടുന്ന് ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പിശാച് ആവശ്യപ്പെട്ടത്, നീ എന്നെ ഒന്ന് താണു വണങ്ങിയാൽ, എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാച് പറഞ്ഞ ഒരു കാര്യവും നാം ഇവിടെ ഓർക്കണം. എന്നാൽ ഇവിടെ കാണുന്നത് അവനെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വളരെ മനോഹരമായ സുന്ദര സുരഭിലമായ ആ ദൈവരാജ്യം അതിൻ്റെ മഹത്വത്തോടുകൂടെ അതിൻ്റെ ഗ്ലോറിയോടുകൂടെ ഇറങ്ങി വരുന്ന ആ ഒരു വലിയ കാഴ്ച കാണുവാൻ ഭാഗ്യമുണ്ടായ എനിക്ക് ചിലപ്പോൾ ഈ സ്നാപയോഹന്നാനും അപ്പസ്തോലനായ യോഹന്നാനും ചിലപ്പോൾ മാറിപ്പോവും. സ്നാപയോഹന്നാനല്ല, ഞാൻ ഇനി മുമ്പ് എങ്ങനെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പസ്തോലനായ യോഹന്നാൻ. അപ്പൊ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ്, അതിന്റെ പ്രകാശം, അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അപ്പൊ അതിന്റെ മനോഹാരിതയെ വർണ്ണിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിന് പൊക്കമുള്ള വൻമതിലും, വലിയൊരു മതില്, 12 ഗോപുരങ്ങള്, 12 ദൂതന്മാരുമുണ്ട്. അപ്പൊ ഇവിടെ 12ന്റെ ഒരു പ്രാധാന്യം നാം ഇവിടെ കാണുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് 12 എന്നുള്ള ഈ ഒരു സംഖ്യ ആവർത്തിച്ച് വരുന്നത് നാം കാണുന്നുണ്ട്. ഇവിടെ പറയാണ് 12 ഗോപുരം, 12 ദൂതന്മാര്, പിന്നെ 12 ഗോത്രങ്ങള്, ഇസ്രായേൽ ഗോത്രങ്ങള് 12 എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പേര് കൊത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം. ഇത് നമ്മൾ വയ്ക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പോലെ ഈ ഗോപുരങ്ങൾ അതിന്റെ 4 ദിക്കുകളിലായിട്ട് 3 എന്നുള്ള ഒരു ക്രമീകരണം ഇവിടെ നടത്തിയിരിക്കുകയാണ്. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പസ്തോലന്മാരുടെ 12 പേരുമുണ്ട്. ഇവിടെ നോക്കുക, പഴയ നിയമത്തിൽ 12 ഗോത്രമാണ്. അപ്പൊ പഴയ നിയമത്തിലുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ജയം പ്രാപിച്ച വിശുദ്ധന്മാരെ ഈ പുതിയ ഭൂമിയിൽ, പുതിയ സ്വർഗത്തിൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ജയം പ്രാപിച്ച അപ്പസ്തോലന്മാർ മുഖാന്തരം അപ്പസ്തോലിക ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുള്ള, യേശുക്രിസ്തു അടിസ്ഥാനമായി അപ്പസ്തോലിക ശുശ്രൂഷയിൽ ജയം പ്രാപിച്ച എല്ലാവരെയും ഈ മതിലിന് 12 അടിസ്ഥാനം, അതിൽ കുഞ്ഞാട് ക്രിസ്തുവാണെന്ന് നമുക്കറിയാമല്ലോ, 12 അപ്പസ്തോലന്മാരുടെ 12 പേരുമുണ്ട്. അപ്പോൾ രണ്ടിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ വിശുദ്ധന്മാർക്കും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർക്കും എല്ലാവരും കൂടെ ഒന്നിച്ച്, ഇത് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയുള്ളതല്ല. ജയം പ്രാപിക്കുന്ന, അത് പഴയ നിയമത്തിലുള്ളവരാണെങ്കിലും പുതിയ നിയമത്തിലുള്ളവരാണെങ്കിലും ജയം പ്രാപിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരത്തെയും മതിലിനെയും അളക്കേണ്ടതിന്, നമ്മൾ ഇതിനു മുമ്പ് ജെറുസലേം ദേവാലയത്തെ അളക്കുന്ന ദൂതൻ വന്ന് അളക്കുന്നതായിട്ടുള്ള ഒരു കാരണം, അത് ദേവാലയം, അത് ദൈവത്തിൻ്റെതാണ് എന്നുള്ള ഒരർത്ഥമാണ് നാം അവിടെ ചിന്തിച്ചത്.
എന്നാൽ ഇവിടെ ഈ ദേവാലയത്തെയും അളക്കുവാനായിട്ട് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പില്ല, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു. പക്ഷേ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് സമചതുരമാണ് എന്നുള്ള കാര്യം അത് നാം ഇവിടെ മനസ്സിലാക്കണം. അതിന്റെ വീതിയും നീളവും സമം, വീതിയും നീളവും എല്ലാം തുല്യമാണ്. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ. അപ്പൊ മനുഷ്യന്റെ അളവ് പ്രകാരമല്ല, ദൈവദൂതനാണ് അളന്നത്. ദൈവദൂതന്റെ അളവ് പ്രകാരമാണ്. കാരണം ഇത് ദൈവരാജ്യമാണ്. 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. ഇങ്ങനെ ഈ 12 രത്നങ്ങളാണ്. ആ 12 രത്നങ്ങളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ രത്നങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. രത്നവ്യാപാരികളായിരിക്കുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ അതിശയിച്ചു പോകുന്നൊരു കാര്യം ഇതാണ്. അന്ന് കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പത്മോസ് ദ്വീപിൽ വെച്ചിട്ട് ഈ ദർശനം കണ്ട അപ്പസ്തോലനായ യോഹന്നാൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവണം എന്നുള്ളത് ഞാൻ അതിശയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ 12 എന്ന് പറയുന്ന ലോകത്തിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വില കൂടിയ രത്നങ്ങളാണ്. അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കുക, നമ്മുടെ നിത്യത മുത്തുകളാൽ നിർമ്മിതമായ ഒരു രത്നങ്ങളാൽ നിർമ്മിതമായ ഒരു വലിയ സൗധത്തിലാണ്, വലിയ മനോഹരമായ ഒരു കൊട്ടാരത്തിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന രത്നം സൂര്യകാന്തമാണ്. അപ്പൊ ഈ സൂര്യകാന്തത്തിന്റെ നിറം സ്വച്ഛ സ്ഫടികം പോലെ വെള്ള നിറമുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നീലരത്നം. ഇത് ആകാശ നീല നിറമുള്ളതും വജ്രം പോലെ കടുപ്പമുള്ളതുമാകുന്നു. മൂന്നാമത് മാണിക്യം. അത് മയിൽപ്പീലിയിൽ കാണുന്ന പച്ച നിറമാണ്. നാലാമത് മരതകം. ഇത് കടും പച്ച നിറത്തിലുള്ളതാണ്. അഞ്ചാമത് നഖവർണി. അത് വെളുപ്പും ചുവപ്പും കലർന്ന നിറം. വെളുപ്പ്. അപ്പം നമ്മുടെ നഖത്തിന്റെ നിറം, അത് നഖവർണി. നഖം എന്ന് പറഞ്ഞ പേരിൽ നിന്ന് വന്ന നഖം. നഖം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നഖത്തെ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ നമ്മുടെ നഖത്തിന് ദൈവം ഏറ്റവും അതിന് യോജിച്ചതായിട്ടുള്ള കളറാണ് നൽകി, നഖത്തിന്റെ കളറ്. പക്ഷേ ഇന്നും മനുഷ്യരെന്താന്ന് ചോദിച്ചാൽ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവര് ഇത് കറുപ്പ് തേക്കും, അല്ലെങ്കിൽ കടും പച്ച, ചുവപ്പ്. മനുഷ്യന് എന്താണ് അവർക്ക് ഇഷ്ടമുള്ള കളർ അവർ തേക്കും. പക്ഷെ ഇത്രയും വൃത്തിയോട് വേറെ ഒന്നുമില്ല. ഉള്ള സത്യം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്നോട് പിണങ്ങി പോകരുത്. ദൈവം നോക്കിയേ, ആ ദൈവം നമ്മുടെ നഖത്തിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്, അത് നഖവർണി എന്ന് പറയുന്ന ആ ഒരു കളർ, അത് വെളുപ്പും ചുവപ്പും കലർന്ന നിറമാണ് ഈ നഖവർണി. ഇത്രയും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള നഖത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അത് എത്ര കളർ അടിച്ചാലും കിട്ടത്തില്ല. ഏതൊക്കെ കളർ കൊണ്ട് നഖത്തിന് നമ്മൾ പൂശിയാലും ഈ ഒറിജിനൽ ആയിട്ടുള്ള കളറിനെ വെല്ലാൻ ആർക്ക്? കാരണം ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് ഇതിനെ കഴിഞ്ഞ് വലിയൊരു നമ്മളെ ഗ്ലാമർ ആക്കാൻ പറ്റും, എത്രമാത്രം ആക്കാൻ പറ്റും ദൈവം അത്രമാത്രം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ മനുഷ്യന് സംതൃപ്തരല്ല. മനുഷ്യർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പെയിന്റ് അടിച്ച് വിഷമടിച്ച് അത് ശരീരത്തിലേക്ക്, നിന്റെ ശരീരത്തെ നീ നശിപ്പിച്ചാൽ ദൈവവും നശിപ്പിക്കും. ആ വചനം നമ്മൾ ഓർക്കണം. ഇങ്ങനെയാ മനുഷ്യർ നശിപ്പിക്കുന്നത്. വേണ്ടാത്ത വിഷമെല്ലാം കൂടെ മേടിച്ച് കണ്ണിന്റെ പുരുകത്തെ കൂടെ, കണ്ണിന്റെ ലിപ്സ്റ്റിക്കിലും പിന്നെ കയ്യിലും പിന്നെ ആഭരണത്തിന്റെ ഒരു ലോഡ്, ചെവിയൊക്കെ ആണെങ്കിൽ ഒന്നൊന്നും ഒരു തുള പോരാഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലാം അവിടെ എല്ലാം ചെവിയെല്ലാം തുളച്ചിടുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ദൈവം നമ്മുടെ ഏറ്റവും നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് നമ്മളിൽ തന്നെ ഉണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ദൈവത്തിന്റെ ഛായയിലാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചതാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യനത് മറന്നു പോവുകയാണ്. ആറാമതായി ചുവപ്പുകല്ല്. ഇത് രക്തനിറമാണ്, കടും ചുവപ്പ് നിറമാണ് ചുവപ്പുകല്ല്. പറയുമ്പോൾ തന്നെ അറിയാം അത് റെഡ് കളറാണ്. ഏഴാമതായി പീതരത്നം. അത് സ്വർണ്ണ നിറമാണ്.
സ്വർണമാണ്, പീതരത്നം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ളതാണ്. 8 ഗോമേതകം. ഗോമേതകം അത് സമുദ്ര ജലത്തിന്റെ നിറമാണ്, നീലയും പച്ചയും കലർന്ന നിറമാണ്. 9 പുഷ്യരാഗം, അത് മഞ്ഞ കലർന്ന നേർത്ത പച്ച നിറമാണ്. 10 വൈഡൂര്യം, അത് വെള്ളരത്നത്തിൽ സ്വർണ്ണ പൊട്ടുകളുള്ളതാണ്. വെള്ളരത്നത്തിൽ സ്വർണ്ണ പൊട്ടുകളുള്ളതാണ്. 11 പത്മരാഗം, ഇത് നീല കലർന്ന ധൂമ്രവർണ്ണമാണ്. ധൂമ്രവർണ്ണം എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറിലാണ്, നീലയും പർപ്പിളും കൂടെ കൂടുന്നതാണ് പത്മരാഗം. 12 സുഗന്ധി രത്നം, ഇത് കടും ഊത നിറം, അതായത് വയലറ്റ് ഇതെല്ലാം ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ സ്വർഗരാജ്യത്തിൻ്റെ 12 രത്നങ്ങളാൽ പണിതീർത്ത ആലയത്തെക്കുറിച്ചാണ് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ 27 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛയായതും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. ഇത് നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്രയും വിലയേറിയ, ഇത്രയും മനോഹരമായ ആ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ യോഗ്യത കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതണം. അപ്പൊ ഈ പുസ്തകവും, ബൈബിളിലെ പുസ്തകവുമായിട്ട് നമ്മൾ പറയുമ്പോൾ, ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 15ഓളം പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് 1 നിയമപുസ്തകം, അത് പുറപ്പാട് 24:7 നിയമപുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 2 ശാപങ്ങളുടെ പുസ്തകം, ഇത് സംഖ്യാപുസ്തകം 5:23 രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 യുദ്ധപുസ്തകം, അത് സംഖ്യാപുസ്തകം 21:15. 4 ന്യായപ്രമാണ പുസ്തകം, അത് മോശയുടെ ന്യായപ്രമാണ പുസ്തകമെന്നും ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകമെന്നും കർത്താവിന്റെ ന്യായപ്രമാണ പുസ്തകമെന്നും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ആവർത്തനം 28:58, 61 വാക്യങ്ങളിലൊക്കെ നാം അത് കാണുന്നുണ്ട്. 5 ശൂരന്മാരുടെ പുസ്തകം, അത് യോശുവ 10 13 വാക്യത്തിലും 2 ശമൂവേൽ 1 18 വാക്യത്തിലും ശൂരന്മാരുടെ പുസ്തകം എന്ന് കാണുന്നു. 6 വൃത്താന്ത പുസ്തകം, 1 രാജാക്കന്മാർ 14:19, അതുപോലെ തന്നെ 15:7 ഒക്കെ വൃത്താന്ത പുസ്തകത്തെക്കുറിച്ച് നാം വായിക്കുന്നു. 7 കണ്ണീരിന്റെ പുസ്തകം. കണ്ണീരിന്റെ പുസ്തകം, അത് സങ്കീർത്തനങ്ങൾ 56:8. 8 നീതിമാന്മാരുടെ പുസ്തകം, സങ്കീർത്തനം 69:28. 9 പാപങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകം, യെശയ്യാവ് 65:6, ഇരമ്യാവ് 17:1. 10 സത്യഗ്രന്ഥം, ദാനിയേൽ 10:21. 11 സ്മരണ പുസ്തകം, മലാഖി 3:16. 12 പ്രവചന പുസ്തകം, വെളിപ്പാട് 22:19. തുറന്ന പുസ്തകം, വെളിപ്പാട് പുസ്തകം 10 അധ്യായം 2, 8, 9, 10 വാക്യങ്ങൾ. 14 ജീവന്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ 69:28. 15 ജീവപുസ്തകം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ജീവന്റെ പുസ്തകം എന്ന് പറയുന്നതും ജീവപുസ്തകം ഫിലിപ്പി ലേഖനത്തിൽ 4:3 ജീവപുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെളിപ്പാട് 3:5, വെളിപ്പാട് 13:8, 17:8, 20:15, 21 ഈ വാക്യങ്ങളിലെല്ലാം ജീവപുസ്തകം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അനേക പുസ്തകങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ജീവന്റെ പുസ്തകമാണ്. അപ്പോൾ ആ ജീവന്റെ പുസ്തകത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ് അവിടെ പേരുണ്ടായിരിക്കുന്നത്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതായതും ഭോഷ്കു പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ ഈ ദൈവരാജ്യം ലഭിക്കുക, അങ്ങനെ ദൈവരാജ്യത്തിൽ പങ്കാളിയാകുക, ആ ദൈവരാജ്യം ആസ്വദിക്കുക, ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. അസുലഭ ലഭ്യമായ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന്
ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന, കോടിക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്നും ചുരുക്കം ചിലർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ സ്വർഗീയ അനുഗ്രഹം. ഇതിനായി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അങ്ങനെ ആ യേശുവിന്റെ കാൽച്ചുവട് പിന്തുടരുന്നവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു കാൽച്ചുവട് വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്നതാണ്. പലരും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്താണ് ദൈവസ്നേഹം? ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജയം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. ലോകത്തിൻ മായയിൽ ഞാൻ മുഴുകി പാവത്തിൽ മേവിടുമ്പോൾ താതൻ എന്നെ വിളിച്ച സ്നേഹത്തെ ഓർത്തിടുമ്പോൾ ലോകം വെറുത്തു മോക്ഷമാർഗത്തിലോടിടുവാൻ ആ ദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതോത്ത പ്രത്യാശയേറിടുന്നേ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. പിൻപിലുള്ളതിനെ ഞാൻ മറന്ന് മുമ്പിലുള്ളതിനായിട്ടാഞ്ഞുകൊണ്ട് ലാക്കിയിലേക്കോടിടുന്നു. പാരിൽ പലവിധമാം പാടുകളേറിടിലും പാദം പതറിടാതെ പാതയിൽ പോയിടാമേ. പാരിൽ പലവിധമാം പാടുകളേറിടിലും പാദം പതറിടാതെ പാതയിൽ പോയിടുമേ. പ്രൈസ് ഗോഡ്. കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെനിക്കായൊരുക്കിടുന്നു. മുത്തുമണികളാലെ നിർമ്മിതമാമ്പുരത്തിൽ കർത്തനോടൊത്തുമോദ വാസം ചെയ്യുന്നതോർത്ത പ്രത്യാശയേറിടുന്നേ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. രാക്കാലമില്ലവിടെ നിത്യം കുഞ്ഞാടതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യ പട്ടണത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ ആ നവ്യഗേഹമതിൽ. വേഗം ഞാൻ ചേർന്നിടുമേ ആ നവ്യഗേഹമതിൽ. നിത്യായുഗങ്ങൾ മോദ ശുദ്ധരോടൊത്തു വാഴാൻ പ്രത്യാശയേറിടുന്നേ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.